അവനെന്തെങ്കിലും പണി കൊടുത്തല്ലേ പറ്റൂ. രാജീവിന്റെ വീട് അങ്ങനെ ആരും വിലക്കെടുക്കണ്ട. അങ്ങനെ ഒരാൾ വന്നാൽ അയാളെ നമുക്കങ്ങ് വിലക്കെടുക്കാം. എന്താ പെങ്ങളെ? ഏട്ടൻ പറയുന്നത് ഡയാന എന്നൊരു കോടീശ്വരി രാജീവിനെ സഹായിക്കാൻ വന്നിരിക്കുന്നു. അവൾ ഏതാണ് എന്താണ് ഉദ്ദേശമെന്നൊക്കെ നമുക്ക് പിന്നെ തിരക്കാം. എന്തായാലും ആ വീടിന്റെ ജപ്തി അവൾ മുടക്കും. വീട് വിലക്കെടുക്കാനുള്ള കാശ് പോക്കറ്റിലിട്ടിട്ടാ അവൾ നടക്കുന്നത്. അത് തടയണം. രാജീവൻ തെരുവിലിറക്കണം. അത്യാവശ്യ ഘട്ടത്തിൽ അവനെ സഹായിക്കാത്ത മായയെ അവൻ തള്ളിപ്പറയണം. ആ ഒരു അവസരത്തിൽ നമ്മൾ ചെന്ന് വിളിച്ചാൽ രാജീവന് വരാതിരിക്കാൻ പറ്റുമോ? എത്രയാ കാശ് വേണ്ടത്? ഏട്ടൻ ചോദിച്ചാ മതി. കണക്ക് ഞാൻ പിന്നെ പറയാം. ആ കാര്യമൊന്നും ഓർത്ത് പെങ്ങൾ വിഷമിക്കണ്ട. ആദ്യം ഇന്ദുചൂടന്റെ വിവാഹകാര്യം. പെങ്ങള് ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. അതിന് നമുക്ക് പറ്റിയ പെണ്ണിനെ കിട്ടണ്ടേ? നമുക്ക് പറ്റിയ പെണ്ണെന്ന് പറഞ്ഞാൽ? ഏട്ടൻ അന്ന് പറഞ്ഞില്ലേ, അവന് പറ്റിയ പെണ്ണിനെയല്ല, നമ്മൾ പറയുന്നതനുസരിച്ച് നീങ്ങുന്ന ഒരു പെണ്ണിനെയാ ഇന്ദുചൂടന്റെ തലയിൽ വെച്ച് കെട്ടേണ്ടതെന്ന്. സ്വന്തം ഭർത്താവിന്റെ ഭാഗം നിൽക്കാതെ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന ഏത് പെണ്ണുണ്ട്? അങ്ങനെ ഒരു പെണ്ണുണ്ട്. അതാരാ? മായ. അരമന വീട്ടിലെ മായാദേവി. ഏട്ടൻ ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നി? എനിക്കറിയാമായിരുന്നു. ഇടയ്ക്ക് അരമന വീട്ടിൽ പോകുന്നതും അവരുടെ ഭാഗം ചേരുന്നതുമെല്ലാം ഇതിനായിരുന്നു അല്ലേ? ആരുപദേശിച്ചു തന്ന മന്ത്രോ ഇത്? ഭാനുമതിയോ അതോ മായാദേവി തന്നെയോ? എന്റെ മകനെ കണ്ടുവച്ച പെണ്ണുകൊള്ള. നീയൊന്നും മിണ്ടാതിരി. ഈ ഏട്ടൻ മന്ത്രം സ്വീകരിക്കുന്നവനല്ല, കൈമാറുന്നവനാ. എടിപിടിയുന്നൊരു കാര്യം പറയുമ്പോ ചിന്തിക്കാനൊരു സമയം വേണം. മായയെ വിവാഹം കഴിക്കാൻ ഇന്ദുചൂടനോടൊന്ന് പറഞ്ഞു നോക്ക്. അവൻ എപ്പോഴേ തയ്യാറാവും. പ്രത്യേകിച്ച് സോമിയമ്മാവന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമ്പോ. പക്ഷേ അവളെ നേരിൽ കണ്ടാൽ എനിക്ക് പിന്നെ അടങ്ങിയിരിക്കാനാവില്ല. അടങ്ങി നിൽക്കണം. എല്ലാം സഹിച്ച് കാത്തു നിന്നാൽ അവൾ നിന്റെ അടുക്കളയിലെത്തും. നമ്മൾ പത്രത്തിലും ടിവിയിലൊക്കെ കാണുന്നില്ലേ, കിണറ്റിൽ വീണ് മരിച്ചു, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. അത്രയേ ഉള്ളൂ. ഒരു വെടിക്ക് രണ്ടല്ല, ഒരുപാട് പക്ഷികൾ. സ്വാമിയേട്ടൻ വന്ന ഇന്ന് തന്നെ നമുക്ക് ഈ കാര്യം പറയിപ്പിക്കണം. ബാക്കി നീക്കങ്ങൾ ഞാൻ അപ്പപ്പ പറയാം. നീ എന്തെങ്കിലും ഒന്ന് പറയേ. അമ്മാവൻ പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. അല്ല, അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം? അവൾക്ക് ഇതൊരു പുനർജന്മം അല്ലേ മോനെ? അപ്പോ മനസ്സിനും ചിന്തകൾക്കും ആ മാറ്റം കാണും. ഈ വീട്ടിൽ മായയ്ക്കൊരു സ്വസ്ഥത ഉണ്ടാവുമെന്ന് സ്വാമിയമ്മാവന് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ മുൻചുവരിലും അമ്മയുടെ ബെഡ്റൂമിലും എന്നുവേണ്ട എവിടെ നോക്കിയാലും കിരണിന്റെ ഫോട്ടോകൾ. അതെടുത്ത് മാറ്റിവെക്കാനോ അമ്മ സമ്മതിക്കില്ല. എപ്പോഴും അവനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന അമ്മയെ വിലക്കാൻ നമുക്കാർക്കും കഴിയില്ല. വേണ്ട സ്വാമിയമ്മാവ, എനിക്കവളെ വിധിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിച്ചോളാം. വിധിയും വിശ്വാസവും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാ? എന്റെ ആഗ്രഹം ഈശ്വരാർപ്പണമായിരുന്നു. അത് ഞാൻ സ്വീകരിച്ചു. അതിൽ സംതൃപ്തനുമാണ്. നിന്റെ ആഗ്രഹം മായയുമൊത്തുള്ള ജീവിതമാണെങ്കിൽ എന്തിനു നീ അത് വേണ്ടാന്ന് വെക്കുന്നു? അതല്ല, ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കില്ലേ? ആളുകൾ പറയുന്നതാണോ നിന്റെ പ്രശ്നം? അതോ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും നീ വിവാഹത്തിന് നിൽക്കരുത്. എന്റെ മനസ്സിൽ മായ മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ കൂടെ കൊണ്ടു നടന്ന സ്വപ്നം.